പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. തുടക്കം മുതൽ പൗരത്വ ഭേദഗതിക്കെതിരെ നിയമപരമായ പോരാട്ടം ആരംഭിച്ചത് കേരളമാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മോദി സർക്കാർ ബില്ല് പാസാക്കിയപ്പോൾ അത് നടത്തില്ല എന്ന് ആദ്യം പറഞ്ഞത് കേരളമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ വിഷയങ്ങളെ സംബന്ധിച്ചിന്ന് കോടതിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് പോരാട്ടത്തിൻ്റെ നാൾവഴികൾ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ നിയമ പോരാട്ടം കേരളം തുടരുമെന്ന് ഇന്ന് നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ കേരളം ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് മറ്റൊരു ഹർജിയുമായി ഈ നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയുമായി പോകും എന്നുള്ളതാണ് പി രാജീവ് പറഞ്ഞത്. ഈ നിയമത്തിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയത് കേരള നിയമസഭയാണ്. കേരള നിയമസഭയിൽ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് ഈ നിയമത്തിനെതിരായി ഒരു പ്രമേയം പാസാക്കി. ജനങ്ങളെ നിയമത്തിൻ്റെ മുന്നിൽ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ പൗരത്വത്തിന് ജാതി മതം ഇതൊക്കെ മാനദണ്ഡമാകാൻ പാടില്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു. ആ ഒരു മാനദണ്ഡം ഇവിടെ ലംഘിക്കപ്പെടുകയാണ് എന്ന് ഈ പ്രമേയത്തിലൂടെ സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ പോകുമെന്ന് പി രാജീവ് പറഞ്ഞു. മതത്തിന്റെ പേരിൽ പൗരത്വം നൽകുന്നത് ഭരണഘടന വിരുദ്ധമാണെന്നാണ് കേരളത്തിന്റെ നിലപാട്. നിയമത്തിന് സ്റ്റേ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയിലേക്ക് പോകും. എന്തായാലും കേരളത്തിൻ്റെ ഒരു മതേതര മനസ്സ് ഈ ബില്ലിനെതിരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. കേരള നിയമസഭയായാലും ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികളായാലും BJP ഒഴികെ ഈ മനുഷ്യനെ ഇത്തരത്തിൽ വേർതിരിക്കുന്നതിനെതിരായ ശക്തമായ നിലപാട് തന്നെ കേരളം സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്.